ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, രണ്ടുപേരോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോ ഒരു നോർമൽ റിലേഷൻഷിപ്പ് കല്യാണത്തിലേക്ക് എത്തുന്നോടം വരെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, അതിനുശേഷമുള്ള കാര്യങ്ങൾ സംഭവങ്ങളും. പക്ഷെ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവിങ് ടുഗദർ ആവുമ്പോഴത്തേക്കും ആ ഒരു ക്യൂരിയോസിറ്റി ഒരു 2-3 കൊല്ലം കൊണ്ട് തീരും. പിന്നെ ഇവര് കല്യാണം കഴിക്കും. ഒരു മജയില്ലാത്തൊരു പോക്കായിരിക്കും ചിലപ്പോ, മേ ബി. എന്ത് തോന്നുന്നു? എന്റെ അഭിപ്രായത്തില് ഈ ക്യൂരിയോസിറ്റി എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ. ഇപ്പം എല്ലാ സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നതാണ്, നിങ്ങളിപ്പോ മാരേജ് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായല്ലോ, എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോഴും സ്പൈസി ആക്കി വെക്കുന്നത്, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? ഇൻട്രസ്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെടും. അതെ, അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നുന്ന പോയിന്റ് വരെ ജീവിക്കാനാണ് എങ്കിൽ മിക്കവാറും ഒരു കല്യാണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഒരാളായിട്ട് ജീവിക്കുക, ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ആളെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്യൂരിയസ് ആയിട്ടിരിക്കണമെന്നെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, കുറച്ച് രസകരമായിട്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം എന്നുള്ളതിന്റെ ആ ഒരു രീതിയിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ആലോചിക്കേണ്ടി വരും. ഇടയ്ക്ക് കാര്യം ചോദിച്ചോട്ടെ, അതായത് നീ ഇപ്പൊ പറഞ്ഞില്ല, അതായത് ഒന്ന് പറ്റുന്നില്ലെങ്കിൽ അടുത്തലേക്ക് മാറാം, അടുത്ത് പറ്റുന്നില്ലെങ്കിൽ അടുത്തലേക്ക് മാറാം. അതൊരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇൻട്രസ്റ്റിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ കുഴപ്പമാണത്. മറ്റേ ആൾ എപ്പോഴും നമ്മുടെ പാർട്ട്ണർ നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, നമ്മുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിന്ന് വരില്ല. പിന്നെ ഇതിനകത്തൊരു വേറെ കാര്യം ഇടയ്ക്ക് പറയണം, അല്ലാതെ അവസാനിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടൂല. എടാ ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് വേറെ ആളെ മാറ്റി പിടിക്കുന്ന ഒരു സംഭവം, അതായത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പറ്റുന്നില്ലാത്ത സംഭവം വരുമ്പോഴത്തേനും നെക്സ്റ്റ് ക്ലോസ് ചെയ്യണം. ഞാനത് ഓക്കെ, പക്ഷെ ഞാൻ മറ്റേതാണ് പറഞ്ഞത്. അതായത് ഇത് നടക്കണല്ല, ആ ഒരു ഫ്ലിങ് ഉണ്ടല്ലോ, ഒരു ഫ്ലിങ്ങിൽ അങ്ങ് പോകുന്നവരില്ലേ, അതാണ് കൂടുതലും എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലേ? ഒരു 100% ആണെങ്കിൽ ഒരു 70%-ഉം കറന്റ് ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സിസ്റ്റം പ്രകാരമാണ് ഈ ആൾക്കാർ പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ച് ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ച ശേഷം ഡിവോഴ്സ് ചെയ്യുന്നത് ഒരു നോർമൽ സംഭവമായിട്ട്, പക്ഷെ ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഇഷ്യൂ ആണ് ആൾക്കാർ. ഒരു കല്യാണം കഴിച്ച ഒരാൾ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത ആളുടെ കൂടെ അടുത്ത കല്യാണം കഴിക്കുന്നതിന് ആൾക്കാർക്ക് കുഴപ്പമില്ല, പിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് രണ്ടാമത് ഒരു കല്യാണം കഴിക്കുന്നതിന് ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അപ്പൊ അതായത് ലൈസൻസ് കിട്ടിയിട്ടാണ് എല്ലാം പാടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. അതിനു മുന്നേ മനസ്സിലാക്കി എല്ലാം അറിഞ്ഞ് ലൈസൻസ് എടുക്കാൻ ആർക്കും താല്പര്യമില്ല. എന്താണ് ആ ചിന്താഗതി? അത് മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ, അത് എവിടെയോ നമ്മളടക്കം നമുക്ക് എവിടെയൊക്കെയോ ഇത്ര തലവേദനയാണെങ്കിൽ ഇട്ടിട്ട് പോടാ, അവിടെ ഒന്നും വേണ്ടാന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അതന്നെ. പിന്നെ നീ പറഞ്ഞതിലൂടെ പറയാനുള്ള പോയിന്റ്, ആ ഒരു ഒട്ടും പറ്റുന്നില്ല എങ്കിൽ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ ഒട്ടും പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് എന്തായാലും വരും. അതെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരാളെ ചാൻസ് ഉണ്ട്, അത് കല്യാണം കഴിച്ചിട്ടാണെങ്കിലും വരും. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായാലും ഉണ്ടാവും. കാരണം എൻറ്റയർലി കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് തമ്മിൽ റിലേഷൻഷിപ്പ് ആവാൻ പോകുന്നത്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പണില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ പോകണം. അപ്പൊ സ്മൂത്ത് ആയി പോയിക്കോളും. അത് ലാക്കിംഗ് ആണ് ഇന്നത്തെ റിലേഷൻഷിപ്പിൽ എല്ലായിടത്തും. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വെച്ചേക്കുന്ന ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദനയാവരുത്. തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് തന്നെ ഒരു പോയിന്റിൽ എനിക്ക് തലവേദന എന്ന് തോന്നിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും മാപ്പ് നൽകും. ഞാൻ വെട്ടിക്കും. അതിപ്പം ഏത് തരത്തിലുള്ള തലവേദനയാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ ഒരു ഇതുണ്ട്, എനിക്ക് എന്താണ് തലവേദന എന്ന് തോന്നുന്നത്. ഇപ്പം തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോ ചിലർക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും തലവേദന, അല്ലെങ്കിൽ തീരെ കാണാൻ പറ്റത്തില്ലാത്തതായിരിക്കും തലവേദന, എപ്പോഴും വഴക്കുണ്ടാക്കുന്നതായിരിക്കും തലവേദന. അപ്പൊ എന്റെ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആണ്. എനിക്കത് ഏത് രീതിക്കാണ് തലവേദന എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷെ എനിക്കതൊരു തലവേദന തോന്നിക്കേണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലെറ്റ് ഇറ്റ് ഗോ. അതന്നെ. അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. തീർച്ചയായിട്ടും അറിയാം. ഞാൻ ലെറ്റ് ഇറ്റ് ഗോ എന്ന് വെക്കുന്നത് എല്ലാം തലവേദന എന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴത്തേന്. പക്ഷെ നീ ചെയ്യുന്നൊരു നല്ല കാര്യം, നീ തുടക്കത്തിൽ നീ എന്താണെന്നും നിന്റെ ക്യാരക്ടർ ഇതാണെന്നും ഇങ്ങനെയാണെന്നല്ല നീ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ചെയ്താണ് റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള രീതിക്ക് അത് ഒഴിവായി പോകാനും ഉള്ള അവസരം നന്നായിട്ട് ഒരുക്കി കൊടുത്തു. അല്ലെ? മിക്കവരും ചെയ്യുന്ന പരിപാടി ഞാൻ ആരാണെന്നുള്ളൊരു ക്യാരക്ടർ പയ്യെ ഈ പറഞ്ഞ പോലെ
ഒതുക്കി പിടിച്ച് ഒന്നും റിവീൽ ചെയ്യാതെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്ത് തോന്നുന്നു എന്ന് വിചാരിച്ച് കൂട്ടിപ്പിടിച്ച് അവസാനം അങ്ങ് പൊട്ടിക്കും. അത് പിന്നീട് വിട്ടുമാറാൻ വലിയ പാടാവുകയും ചെയ്യും. ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റിൽ അത് ലോക്കായി പോയി. അത് അറിഞ്ഞിട്ട് പോവാണെന്നുണ്ടെ പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. മറ്റേ ഒരു ഇംഗ്ലീഷിൽ മറ്റേ സ്ഥിരം കാണുന്ന ഒരു കോട്ടുണ്ടല്ലോ, ലെറ്റ് ഇറ്റ് ഗോ, ഇഫ് ഇറ്റ് ഗോസ് ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് ഇറ്റ് വിൽ കം ബാക്ക്, ഇഫ് ഇറ്റ് ഡസന്റ് കം ബാക്ക് ഇറ്റ്സ് നോട്ട് യുവേഴ്സ്. അത്രേ ഉള്ളൂ. പൊക്കോട്ടെ. തിരിച്ചു വരുന്നുണ്ടോ? വന്നില്ല, ഓക്കെ ബൈ. അത്യാവശ്യം കിഡ്നി ഉള്ള കിഡ്നി അത്രേ ഉള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അത്രേ ഉള്ളൂ. പോയോ, ബൈ. മെന്റാലിറ്റി എല്ലാവർക്കും ഇല്ലടാ, അതാണ് ആ ഒരു മെന്റാലിറ്റി. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അത് തന്നെ അല്ലാതെ അയ്യോ പോലെ ഈ പകലാണ് സിഗ്മ, രാത്രി ഇതൊന്നും അല്ല. എന്റെ പട്ടിനെ പോലെ ഞാൻ പുറകെ വിട്ടിട്ടില്ല. അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ.